അമേരിക്ക ഒന്നിച്ച് ആക്രമിച്ചപ്പോൾ അതൊരു നാഷണലിസം അതിന്റെ ഒരു പോളിസി ആയിട്ട് വന്നുകൊണ്ട് ആ രീതിയിൽ അത് പരാജയപ്പെട്ടു. ഈ അപ്പർ ഹാൻഡിന് വേണ്ടിയിട്ടാണ് ചൈനയും ഇന്ത്യയും ആയാലും എല്ലാ പേരും തന്നെയും മത്സരിക്കുന്നത്. അത് എവിടെയായാലും 40 കൊല്ലം അവരുടെ കീഴിൽ കടന്നിട്ട് നമ്മൾ പോയത് ചെയ്യുമ്പോൾ അവർ ഫ്രീഡത്തിന് വേണ്ടി ഇറങ്ങുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇന്ത്യ അല്ല പാകിസ്ഥാനാണ് പ്രധാന പങ്കാളിയാണെന്നുള്ളത് ഇത് തെളിയിക്കുന്നുണ്ട്. തീവ്രവാദം പറയുന്ന എല്ലാമാർക്കും ഒരു ത്രെറ്റാണ്. അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന ഈ 27 വരുന്ന ബേസുകളുള്ള പഴയ വെച്ചേക്കണ പടക്കോപ്പുകളെല്ലാം പൊട്ടിച്ചു തീർക്കും. അവിടെയൊക്കെ ഇന്ത്യയുടെ തോൽവിയായി, ഡിപ്ലോമാറ്റിക് തോൽവി അവിടെ കാണിക്കുന്നത്. പാകിസ്ഥാൻ ഈ സമയം കൊണ്ട് ലോകം മുഴുവനുള്ള ആയുധങ്ങൾ റഷ്യ കൊടുത്തു, ചൈന കൊടുത്തു, ടർക്കി കൊടുത്തു. എല്ലാരും കൊടുത്ത ആയുധങ്ങളെല്ലാം കുന്നുകൂട്ടി വെച്ചിട്ട് നോൺ സ്റ്റോപ്പ് തിരിച്ച് അടി തുടങ്ങി. നെഹ്റു ആയിരുന്നപ്പോഴും കൊടുക്കത്തില്ല, ഇന്ന് BJP ആണെങ്കിലും കൊടുക്കത്തില്ല. പാകിസ്ഥാൻ മീഡിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ക്ഷീണം എന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല ക്ഷീണമുണ്ട്. അതൊരു മുസ്ലിം ആയതുകൊണ്ട് ചിലപ്പം ആ ഞമ്മന്റെ ആളെന്ന് പറഞ്ഞാൽ സ്നേഹവും ഒക്കെ കാണുമായിരിക്കും. പക്ഷെ ട്രേഡ് നടത്തുമ്പോൾ നമ്മളുമായിട്ടാണ് വരുന്നത്. ട്രംപ് അമേരിക്കയെ ഒറ്റപ്പെടുത്തിയോ എന്നുള്ള ഒരു ചോദ്യം ഇതിന്റെ അകത്ത് പ്രസക്തമാണ്. ഇന്ത്യക്ക് 100% അത് ക്ഷീണമല്ലേ? അത് കാരണം പാകിസ്ഥാന്റെ എക്കോണമി നന്നായിട്ട് വേണം ചെയ്തോട്ടെ. അവിടെയും പട്ടിണി പാവങ്ങളുണ്ട്, അമ്മ രക്ഷപ്പെട്ടോട്ടെ. അമേരിക്കയെ പോലെ ഒരു രാജ്യം ഇന്ത്യനെ സൈഡ് ലൈൻ ചെയ്തിട്ട് പാകിസ്ഥാനുമായിട്ട് നെഗോഷിയേഷൻ ഒക്കെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അത് ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അതിന്റെ രാഷ്ട്രീയം. പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോടത്ത് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, പ്രോപ്പർട്ടി ടാക്സ് പേയ്മെന്റ്, ബേസിക് ലാൻഡ് ടാക്സ് പേയ്മെന്റ്, പ്രോപ്പർട്ടി ഫെൻസിംഗ്, പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ്, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, മണി ട്രാൻസ്ഫറിംഗ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24x7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. വാക്കി ടോക്കിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ US ഇസ്രായേൽ വാറിന്റെ ഒരു സീസ് ഫയർ, 2 ആഴ്ചത്തേക്ക് ഒരു വെടിനിർത്തൽ ഓൾറെഡി പ്രാബല്യത്തിൽ വന്നു. ഇപ്പം ഇന്നലെ തൊട്ട് അത് പ്രാബല്യത്തിലാണ്. അതിങ്ങനെ കയ്യാലപ്പുറത്ത് ഇരിക്കുകയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് അമേരിക്കയുടെ വിജയമാണ്, ട്രംപിന്റെ വിജയമാണെന്ന് കുറെ പേര് അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ വലിയ നല്ല രീതിയിൽ അമേരിക്കയുമായിട്ട് കിടപിടിച്ചു. അവിടെ ആഘോഷങ്ങൾ ടെഹ്റാൻ തൊട്ട് പല ഷിയ പ്രാതിനിധ്യമുള്ള രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ആഘോഷം നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ആക്ച്വലി ഇന്ത്യക്ക് ഒരു വലിയ ക്ഷീണമാണ് ഈ ഒരു സീസ് ഫയർ വരുത്തി വെച്ചതെന്നുള്ള ഒരു അഭിപ്രായം കൂടെ പൊതുവായിട്ടുണ്ട്. കാരണം ഈ പാകിസ്ഥാനാണ് ഇതിന് മീഡിയേറ്റ് ചെയ്തത്. നമ്മുടെ പത്രങ്ങളിലൊക്കെ അതിനിടയ്ക്ക് ന്യൂസ് വന്നു, പാകിസ്ഥാൻ മീഡിയേറ്റ് ചെയ്താൽ പറ്റിയല്ലെന്ന് ഇറാൻ പറഞ്ഞു, ഇന്ത്യ തന്നെ മീഡിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ചില പ്രൊപ്പഗൻഡകളൊക്കെ അങ്ങനെ നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നാലും അതിനൊന്നും യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളും അതങ്ങനെ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണമൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ കൂടിയും ഈ ഒരു യുദ്ധത്തിലൊരു വിരാമം അത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു ആശ്വാസമാകുന്ന ഒരു നടപടിയാണ്. ഇപ്പൊ ആരുടെ വിജയമെന്ന് നമുക്ക് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് നടക്കുന്ന അന്തർധാരകൾ എങ്ങനെയാണ്? പറ്റീഷ, അതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നമസ്കാരം. ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അന്ത്യശാസനം, ചർച്ച, കടലിടുക്ക് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ സമാധാന നീക്കവും പുതിയ സംഘർഷങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഈ വരാനിരിക്കുന്ന സമാധാന ചർച്ചകളിലായാലും ഇപ്പോ എടുത്തിരിക്കുന്ന ഈ സീസ് ഫയർ, 2 ആഴ്ചത്തേക്ക് എടുത്തിരിക്കുന്ന സീസ് ഫയറിലായാലും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു അന്ത്യശാസനമുണ്ട്. അത് ഇറാൻ സഹകരിക്കണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ ഇപ്പോ ജിൻസ് പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമാബാദിലാണ് ചർച്ച നടക്കുന്നത്. ഇന്ത്യക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു സാധ്യതയാണ് ഇസ്ലാമാബാദിൽ നടക്കുന്നത് കൊണ്ട് ഇന്ത്യ നഷ്ടപ്പെടുത്തിയത്. അതിനി ഇന്ത്യ നഷ്ടപ്പെടുത്തിയതാണോ ഇന്ത്യ വേണ്ടെന്ന് വെച്ചതാണോ എന്നുള്ളത് വേറെ കാര്യം. അത് പിന്നീട് അത് പുറത്തു വരും, ട്രംപ് തന്നെ പറയുമായിരിക്കും. JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവർ എല്ലാവരും പങ്കെടുക്കുന്ന നിർണായകമായ ചർച്ചയാണ്. അവർ ഇസ്ലാമാബാദിലേക്ക് പോകുന്നുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട്. ഇപ്പൊ ഹോർമുസ് കടലിടുക്കില് തർക്കം എന്ന് പറയുന്നത് കപ്പലുകളുടെ സഞ്ചാരം എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതും, അത് ഇറാൻ പറയുന്നത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അതിന്റെ കൺട്രോൾ വേണമെന്നുള്ളതും പ്രസിഡന്റ് ട്രംപ് അതിനെ നിരാകരിക്കുന്നതുമാണ്. അപ്പൊ ഈ ഒരു കരാറിലുള്ള ആശയക്കുഴപ്പം അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
ഇതിൽ ലബനനെ അറ്റാക്ക് ചെയ്യരുതെന്ന് ഇറാൻ പറയുന്നു. പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അത് ഇതുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്, അത് വേറെ വിഷയമാണ്, അത് ഇറാനുമായിട്ട് സംബന്ധപ്പെട്ട വിഷയമല്ല, ആ യുദ്ധവും ഇതുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല, അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് തട്ടിലാണ്, നിങ്ങൾ അത് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുതെന്നുള്ള ഒരു ഇതിലേക്കാണ് ട്രംപിന്റെ മറുപടി പോയിരിക്കുന്നത്. ഇപ്പൊ ഇറാന്റെ വെടിനിർത്തൽ, ഈ സീസ് ഫയർ കരാറ് ദുർബലമായതുകൊണ്ട് ഇസ്രായേലും ലബനനും തമ്മിൽ ഒരു ചർച്ചയ്ക്ക് ആതിഥേയത്വം US വഹിക്കുമെന്നാണ് ഇപ്പോ ഒരു 2 മണിക്കൂർ മുമ്പേ ഉള്ള ഒരു റിപ്പോർട്ട് പറയുന്നത്. US നേതൃത്വത്തിൽ ലബനനും ഇസ്രായേലും തമ്മിൽ ഒരു ചർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് US ആതിഥേയത്വം വഹിക്കുമെന്നാണ് പറയുന്നത്. ഈ വീക്കെൻഡില് നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് മുമ്പ് തന്നെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് വ്യവസ്ഥകൾ ഇറാൻ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ രാജ്യത്തിനെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് ഉത്തരവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഹോർമോസ് കടലിടുക്കില് ഇറാന്റെ പിടി അയഞ്ഞിട്ടില്ല ഇതുവരെയും. അത് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാകും. ഈ സീസ്ഫയർ വന്നതിന് ശേഷം ആകെപ്പാടെ ഒരു ദിവസം ഒരു ഡസൻ, ഒരു 10-12 കപ്പൽ മാത്രമാണ് പോയിട്ടുള്ളത്. നമ്മൾ അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ വാറിന് തൊട്ട് മുൻപ്, ഈ യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ദിവസം 130 മുതൽ 140 വരെ ഷിപ്പുകൾ പോയിക്കൊണ്ടിരുന്നത് ഒരു ഹോർമോസ് കടലിടുക്കാണ്. അത് ഇൻക്ലൂഡിങ് ഓയിൽ ടാങ്കേഴ്സ്, ഫെർട്ടിലൈസർ കാരിയേഴ്സ് ആൻഡ് അതർ കൊമേഴ്ഷ്യൽ വെസൽസ് പോയിക്കൊണ്ടിരുന്ന ഒരു കടലിടുക്കാണ് അത്. അവിടെയാണ് ഇപ്പോ ആകെപ്പാടെ 10 ടാങ്കർ മാത്രമാണ് പോയിരിക്കുന്നത്. അവരിപ്പോ ഒരു ടോൾ മാതിരി ഒന്ന്, നമ്മളിപ്പോ എല്ലാരും വായിച്ചതുപോലെ തന്നെ പെർ ബാരലിന് $1 വെച്ചിട്ടുള്ള ഒരു ടോള് പിരിക്കാനായിട്ട് അവര് ഉദ്ദേശിക്കുന്നുണ്ട്. അത് കൂടാതെ ഫ്രീ ആയിട്ട് പോകുന്ന വെസലാണെങ്കിൽ അല്ലെങ്കിൽ ഷിപ്പാണെങ്കിൽ അതിനെ ഫ്രീ ആയിട്ട് വിടും. $1 million വരെ, ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ കാർഗോ ഷിപ്പ്, $1 million വരെ അവര് ടോള് പിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഇത് എത്രത്തോളം അത് ശരിയാകും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കടലിടുക്കിലൂടെ ഒരു ദിവസം 130 മുതൽ 140 വരെ ഷിപ്പുകളും ടാങ്കറുകളും കാരിയേഴ്സും പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇനി ഇത് നിർത്തി ഈ ഒരു കരാറിൽ ഒപ്പുവെച്ച് കഴിയുമ്പോഴത്തേനും, കരാർ അവരുടെ ഇഷ്ടത്തിന് സമ്മതിച്ചു കൊടുത്താല് എന്തുമാത്രമാണ് ആ ഒരു ചോളിലൂടെ ആ രാജ്യം അത് ആരുടെ കൈകളിലാണ് എത്തുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് അവര് നേടിയെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഇന്ന് ഞാനൊരു വാർത്ത അവിടെ നിന്ന് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ 60% വരുന്ന അവരുടെ എക്കണോമി എന്ന് പറയുന്നത് ഈ ഓയില് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കൊണ്ടുപോയിട്ട് ആണ് ഇവർക്കുടെ എക്കണോമി അവർക്ക് കണ്ടെത്തിയിരുന്നത്. ഇപ്പൊ അത് നടക്കാത്തത് കൊണ്ട് എന്താ പറയാ, കള്ളക്കടത്തിലൂടെ സാധാരണ കാറുകളിലും ട്രക്കുകളിലും തൊട്ട് അയൽ രാജ്യങ്ങളായ ഇറാഖ്, പാകിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് എന്താ പറയാ, കണ്ടീഷനായിട്ട് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഗവൺമെന്റും കണ്ണടച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിങ്ങനെ കാണുന്നുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പതീഷ പറഞ്ഞ പോലെ ഈ ഇതൊരു കോൺട്രാക്റ്റിലേക്ക് എത്തിയിട്ടില്ല. ഇതൊരു 2 ഫേസ് ആയിട്ടുള്ള ഒരു സീസ് ഫയറിലാണ് ഇപ്പം ഗവൺമെന്റ് മുൻകൈ എടുത്ത് എത്തിയേക്കണത്. പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് ഈ ട്രംപിന്റെ അവകാശവാദങ്ങളും ട്രംപിന്റെ വീരവാദങ്ങളും, അതായത് ഒരു യുദ്ധമുഖത്ത് പതിവില്ലാത്ത രീതിയിലുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു, ഭീഷണിപ്പെടുത്തുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ട്രംപിന്റെ ഒരു നെഗോഷിയേഷൻ ടാക്ടീക്സ് ആണെന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം. പക്ഷേ അതൊക്കെ ഇപ്പം ആര് നിർബന്ധിച്ച്, അമേരിക്കയ്ക്ക് എന്നാണേലും ഒരു കൃത്യമായിട്ടൊരു ഒരു പ്ലാൻ ഇല്ലാതെ ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുകയല്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ മാത്രം ആ ഒരു ആശയമല്ല. ഇത് വർഷങ്ങളായിട്ട് അല്ലെ പതിറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേജിൽ, അതായത് ഒരു ട്രംപിന്റെ മാത്രം ഒരു അവകാശവാദമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇപ്പം ഇറാൻ പോലെ ഒരു രാജ്യത്തിന്റെ ഒരു ജിയോഗ്രഫി ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇതൊക്കെ തീരുമാനിച്ചത്. പക്ഷെ അത് ഒരു അനവസരത്തിലായി പോയ എന്നുള്ള രീതിയിൽ, കാരണം ഇറാന്റെ ആ തിരിച്ചടി ഒരുപക്ഷെ അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നതാണോ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ അമേരിക്കയുടെ ബേസിലെല്ലാം കയറി വളരെ കൃത്യമായിട്ട്, അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. കാരണം അമേരിക്കയിൽ ഇപ്പോൾ ഇറാന്റെ മിസൈലുകളൊന്നും അമേരിക്കയിൽ എത്തിയല്ല. പക്ഷെ അപ്പൊ ഈ ട്രംപിന്റെ ഈ അവകാശവാദങ്ങള് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തില്, കാരണം ഇത് ഒരാഴ്ച കൊണ്ട് അല്ലെ 2 ആഴ്ച കൊണ്ട് തീരും എന്ന് തുടക്കത്തിലൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു സംഭവം
നീണ്ടുപോയത് ട്രംപിന്റെ ഒരു കാൽക്കുലേഷൻ, അല്ല ട്രംപാണല്ലോ ഫൈനൽ ഇതിനെക്കുറിച്ച് ഓർഡർ ചെയ്യുകയും ഇപ്പൊ ഈ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച നടന്ന പ്രതിരോധ വകുപ്പിൽ നടന്ന ഫയറിങ്, ഒത്തിരി ആൾക്കാരെ പുറത്താക്കുകയൊക്കെ ചെയ്തതിൽ നിന്ന് എവിടെയോ ഒരു വീഴ്ച പറ്റിയിട്ടില്ലേ? അത് ട്രംപിന്റെ വീഴ്ചയായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുമോ? നിതിൻ എന്താ പറയുന്നത്? ഈ വാറിനകത്ത് എപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും. ആരെങ്കിലും ഇപ്പം ട്രംപിനോട് പറഞ്ഞു കാണും ഇത് പെട്ടെന്ന് തീർക്കാവുന്ന വാറാന്ന് പറഞ്ഞു കാണും. ട്രംപിനെ സംബന്ധിച്ച് എപ്പോൾ വേണേ ഇതിൽ നിന്ന് ഇറങ്ങാം. ട്രംപിനെ സംബന്ധിച്ച് വിക്ടറി എപ്പോഴും ക്ലെയിമും ചെയ്യാം. കാര്യം എന്നാ, അവിടുത്തെ കൊമേനിയെയും കൊന്നു, പുള്ളിയുടെ കീഴിലുള്ള എല്ലാമാരെയും കൊന്നു. ഇമാരൊക്കെ 40 കൊല്ലമായിട്ട് അമേരിക്കയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീരവാദം കെട്ടിയമാരൊന്നും ഇന്ന് അമ്മാരെല്ലാം ഹൂറികളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം ഇവർക്ക് ഈ വീരവാദത്തിനകത്ത് ഇപ്പം ട്രംപാണ് ജീവിച്ചിരിക്കുന്നത്. പിന്നെ പൈസ പോയത് there's a cost. അതായത് എന്നാ പറയുന്നത്, ഒരു ഡെയിലി ഒരു 1 വീക്ക് കോസ്റ്റ് ഇപ്പൊ ഏതാണ്ട് $11 billion ആണെന്നുള്ളതാണ്. ഇപ്പൊ 6 ആഴ്ച 66 ബില്യൺ ആയി. പക്ഷെ ഇതിനകത്ത് പിന്നെ ഒരു പോയിന്റ് ഉണ്ട്. അവർ പറയുന്നത് ട്രംപിന് വേണമെങ്കിൽ അവിടുത്തെ ഓയിൽ മുഴുവൻ അങ്ങ് എടുക്കാം. അവിടെ ഇരിക്കുന്നത് അതൊരു $1 billion വർത്ത് ഓഫ് ഓയിൽ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അത് വേണമെങ്കിൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് നികത്താം. പക്ഷെ അതിലും കൂടുതൽ ഇപ്പം UAE ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ് ഈ ഇറാൻ അറ്റാക്ക് ചെയ്തേക്കുന്നത്. ഇറാന്റെ അറ്റാക്ക് അവർക്ക് ഏതെങ്കിലും ഒരു ദിവസം ഏതായാലും അറ്റാക്ക് ചെയ്യേണ്ടായിരുന്നു. അവർക്ക് ഇതൊരു ചാൻസ് ആണ് ഇറാനെ തീർക്കാനായിട്ട് US-ന്റെയും ഇസ്രായേലിന്റെയും സഹായത്തോടുകൂടി. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് വലിയൊരു പ്രശ്നമില്ല. ഇന്ത്യക്ക് ഒരു ഇത് തട്ടിയിട്ടുണ്ട്. ആ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്സ് അല്ലെ ഇമ്പോർട്ട്സ് രണ്ടിടത്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ അവിടെ പല ചെറുകിട കടക്കാർക്കും അവർക്ക് LPG ഗ്യാസ് കിട്ടുന്നില്ല. അവർ അടച്ചു പൂട്ടിയിട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്ന് ഒരു പെരിഷബിൾസിന്റെ എക്സ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ ഒരു കേരളം ഒരു വലിയൊരു കേരള പോപ്പുലേഷൻ ഉണ്ട്. കേരളത്തിൽ നിന്ന് ഒരു വലിയ പോപ്പുലേഷൻ അത് എന്നിട്ടൊരു അടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചർച്ചയ്ക്കകത്ത് എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇറാൻ സമ്മതിക്കുന്നത്. തലേ ദിവസം വരെ ഇന്ത്യ ഇസ്രയേലിൽ പോയി ഇന്ത്യയെ കൊണ്ടാണോ ചർച്ച ചെയ്യിക്കാൻ പോകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പാകിസ്ഥാൻ ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സ്റ്റാർ ആകുന്നുണ്ടോ, എന്തുവാണ് ഈ ചർച്ച വിളിച്ചോന്ന് പറഞ്ഞ ഒരു സ്റ്റാർ ആകുന്നുണ്ടോ അറിയത്തില്ല. എനിക്ക് അതിന്റെ ഒരു ആക്സസ് ഇല്ല അവരെന്താണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഇതൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആകാം. കാരണം ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച് കാണും, ഇത് ഇമാരെയൊക്കെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ റെവല്യൂഷൻ അങ്ങ് ഒന്നുകൂടെ പടപിടിച്ച് അവിടെ ഒരു ഫ്രീഡം വരുമെന്നുള്ളതായിരിക്കാം. വാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനകത്ത് എപ്പോഴും ഒരു ഫിലോസഫി ഉണ്ട്, അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. പലപ്പോഴും അത് വർക്ക് ചെയ്യണം. അമേരിക്ക ട്രംപ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ, കാരണം ഇപ്പൊ എല്ലാവരും, അമേരിക്ക മാത്രമല്ല നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവും. കാരണം കാരണം ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ അവിടുത്തെ പരമാധികാരം ആയ ഖമേനിയെ സമ്മതി വധിച്ചു കഴിഞ്ഞു. പിന്നെ അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ട ഒരു ഗ്രാസ് റൂട്ടിൽ അവിടെ ഉണ്ടായിരുന്ന 35,000-40,000 ആൾക്കാരെ ആ ഭരണകൂടം തന്നെ വെടിവെച്ച് കൊന്നിട്ടുള്ള ആ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് ഈ ആക്രമണത്തോടു കൂടി, പ്രത്യേകിച്ച് ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് ആക്രമിച്ചപ്പോൾ അതൊരു നാഷണലിസം അതിന്റെ ഒരു പോളിസി ആയിട്ട് വന്നുകൊണ്ട് ആ രീതിയിൽ അത് പരാജയപ്പെട്ടു. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ, ഞാനൊക്കെയാണ് ഒരിക്കലും വിശ്വസിക്കത്തില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാനായിരുന്ന ട്രംപിന്റെ സ്ഥാനത്ത് ഞാൻ വിശ്വസിക്കത്തില്ല ഇമാര് അവരുടെ ഫ്രീഡത്തിന് വേണ്ടി വരും. 40 കൊല്ലം അവരുടെ കീഴിൽ കിടന്നിട്ട് നമ്മൾ പോയത് ചെയ്യുമ്പോൾ അവർ ഫ്രീഡത്തിന് വേണ്ടി ഇറങ്ങുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഇൻ എ വേ ഇറ്റ് ഇസ് ഗുഡ് ദാറ്റ്, ഞാൻ ഒരു കാര്യത്തെ സമ്മതിക്കാം, ഇറ്റ് ഇസ് ഗുഡ് ദാറ്റ് നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റി. ഇനിയും തൊട്ട് ഇങ്ങനെ വീരവാദം നടത്തുന്നു, അല്ലെ നമ്മുടെ ആൾക്കാരെ കൊന്നിട്ടുള്ളവർ, അല്ലെ ത്രെറ്റ് ചെയ്യുന്നവർ, നമ്മുടെ എതിരെ ഒരു ത്രെറ്റ്, അതായത് ഒരു ഡെത്ത് ത്രെറ്റ് തരുന്നവർക്കെല്ലാം ഒരു മെസ്സേജ് ആണ്. അതായത് ഒരു മഡൂറോ വീരവാദം പറയുന്ന എല്ലാമാർക്കും ഒരു ത്രെറ്റാണ്. ചുമ്മാ വീരവാദം മുഴക്കിയിട്ട് എല്ലാവരും വീരവാദം മുഴക്കുന്നുണ്ടായിരുന്നു. അവസാനം വന്നപ്പം ദീസ് ഗൈസ് ആർ ഡെഡ്. അവരാണ് മരണപ്പെട്ടേക്കുന്നത്. ഇതൊരു പൂർണ്ണ വിക്ടറി എന്ന് പറയുന്ന ഒരു വാറിനകത്ത് വേറൊരു സ്ഥലത്ത് പോയി നമുക്ക് ആർക്കും തന്നെ ഒരു പൂർണ്ണ വിക്ടറി ഇല്ല. തൊട്ടടുത്ത് കിടക്കുന്ന ഉക്രൈന്റെ അടുത്ത് 3 കൊല്ലമായിട്ട് റഷ്യക്ക് ഒരു പൂർണ്ണ വിക്ടറി എത്താൻ പറ്റിയിട്ടില്ല. സോ ഐ ഡോണ്ട് തിങ്ക് എനിബഡി റഷ്യയെ പോലെ നമുക്ക് അമേരിക്ക കണക്കൂട്ടാൻ പറ്റിയല്ലോ. റഷ്യയും അമേരിക്കയും തമ്മിൽ അവർ തൊട്ടടുത്ത് കിടക്കുക. നമ്മള് അമേരിക്ക ഈ ഒരു ഓപ്പറേഷൻ അമേരിക്ക അല്ലാതെ ഒരു രാജ്യത്തിന് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഗോയിങ് ടു ദ അതർ സൈഡ് ഓഫ് ദ വേൾഡ്. നമ്മളവിടെ ലാൻഡിലല്ല ഇരിക്കുന്നത്. ഇവർ കുറച്ച് ഷിപ്പും വെച്ചോണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത് US-ന് മാത്രമേ ഇത് ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ. പിന്നെ ഈ UAE പോലത്തുള്ള സ്ഥലങ്ങളിൽ അവര് എന്താ പരസ്യം വെച്ചോണ്ടിരുന്ന വാട്ട് വാസ് ദെയർ അഡ്വർടൈസിങ് ക്യാമ്പയിൻ, നിങ്ങൾക്ക് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാം, നിങ്ങൾ സുരക്ഷിതരാണ്. അതെല്ലാം പൊളിഞ്ഞു പോയി. എൻഡ് ഓഫ് ദി ഡേ സുരക്ഷ എന്ന് പറയുന്ന ഒരു സാധനം അത് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി വേണം എന്നുള്ളത് ക്ലിയർ ആയി. അതായത് അവിടെ പ്രോപ്പർട്ടി വാല്യൂസ് ഇപ്പൊ 50-80% താഴെ പോയി എന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ പോയി സ്ഥലം മേടിച്ചിട്ടൊന്നുമില്ല. ഇത് പലരും പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. സോ പ്രോപ്പർട്ടി വാല്യൂസ് 50-80% താഴെ പോകണമെന്നുണ്ടെങ്കിൽ, സോ ഓബ്വിയസ്ലി അവിടെ
ഒരു അടിയേറ്റിട്ടുണ്ട്. UAE ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി റിച്ച് ഓളിഗാർക്സ് അല്ലെ ഭയങ്കര പൈസ ഉള്ളവരെ പല രാജ്യങ്ങളിൽ നിന്ന് അവിടെ പോയി അവർ പ്രോപ്പർട്ടി മേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇറാൻ പോയി ആദ്യം തന്നെ പാം ജുമേറയിൽ അടിച്ചപ്പോൾ തന്നെ എല്ലാ ചാർട്ടേഡ് ഫ്ലൈറ്റ്സും UAE ഇന്ന് ഫുള്ളി ബുക്ക്ഡ് ആണ്. എല്ലാവരും ഓടി അവിടുന്ന്. സോ അവർക്ക് മനസ്സിലായി, അതായത് നമുക്ക് പൈസ ഉണ്ട്, ഒരിടത്ത് പോയി പൈസ സ്പെൻഡ് ചെയ്യാൻ സമ്മതിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് സെക്യൂരിറ്റി തരുന്നില്ല. നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും സെക്യൂരിറ്റിയിലെ വലിയ കാര്യമൊന്നുമില്ല. ബോംബ് ഏത് സമയത്തും വീഴാന്നുണ്ടെങ്കിൽ അവരിനി ചിലപ്പോൾ സിംഗപ്പൂരിലേക്കായിരിക്കും പോകുന്നത്. ഇറാൻ UAE മാത്രമല്ല അടിച്ചത്, ബഹ്റിനെ അടിച്ചു, ഖത്തറിനെ അടിച്ചു, സൗദി അറേബ്യ അടിച്ചു, എല്ലാരും ഗൾഫ് രാജ്യങ്ങളിലെല്ലാം. ഇവർ ഈ അടി എന്ന് പറയുന്നത് എന്താണ് ജിൻസ്മാനെ ഞാൻ ചോദിക്കുന്നത്? കുറെ മിസൈൽ വിട്ടു, അത് മിക്കതും തന്നെ വീണിട്ടില്ല. ഒന്നോ രണ്ടോ കഷ്ണം മാത്രമേ വീണോ അത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനത് കഴിഞ്ഞ ഇപ്പൊ ഞാനിപ്പോ ഒരു 10 ദിവസം മുമ്പ് അതിലെ ട്രാവൽ ചെയ്തതാണ്. ഞാനന്ന് അബുദാബിയിൽ വരുന്ന സമയത്താണ് 2 പേര് മരിക്കുന്നതും 4-5 പേർക്ക് പരിക്ക് പറ്റുന്നതും. അപ്പൊ നമ്മളെ 2 തവണ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിയിരുത്തി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ മിസൈൽ വരുന്നു എന്ന് പറയുമ്പോൾ വന്നാല് പോരട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇത് ഷട്ടിൽ ബാഡ്മിന്റൺ അല്ലല്ലോ തട്ടി കളിക്കാനായിട്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ടമല്ല. കാരണം അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന ഈ 10-27 വരുന്ന ബേസുകളിലുള്ള പഴയ വെച്ചേക്കണ പടക്കോപ്പുകളെല്ലാം പൊട്ടിച്ചു തീർക്കും. അതിനുള്ള കാശ് അവരുടെ പ്രൊട്ടക്ഷൻ പ്രമാണിച്ച് ഈ GCC രാജ്യങ്ങളിൽ അല്ലെ ആർക്കൊക്കെ അറ്റാക്ക് പറ്റി അവരുടെ അടുത്തുനിന്ന് അമേരിക്ക മേടിച്ചെടുക്കുകയും ചെയ്യും. ആ ഒരു സാമ്പത്തിക നഷ്ടമില്ല. പക്ഷേ ഞാൻ ഇതിന്റെ അകത്തെ നമ്മള് ഈ ഒരു സംഭവത്തെ കാണുന്നത് ഇപ്പം ഈ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് ഒരു റോൾ ഇല്ലാതെ വന്നു എന്നുള്ള ട്രംപിന്റെ ഈ പോളിസി ആയിട്ട് നമ്മൾ ഈ താരിഫ് ആയിട്ട് നടന്ന ഒരു യുദ്ധത്തില് ഇന്ത്യയുടെ ഒരു അകൽച്ച ഓട്ടോമാറ്റിക് ആയിട്ടും അമേരിക്കയായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അത് കീപ്പ് ചെയ്യുന്നതിൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പട്ടീഷയെ ഓർക്കുന്നുണ്ട്. നമ്മളിപ്പം കാശ്മീരിലെ പഹൽഗാമിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. നമ്മൾ പറയാണ് ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇറാനെ എങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം നഷ്ടപ്പെട്ടതിന് ശേഷം വർഷങ്ങളായിട്ട് ഇവർക്ക് അമേരിക്ക ഒരു സ്ട്രാറ്റജി പെന്റഗണിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എപ്പോ അടിക്കണം, എങ്ങനെയൊക്കെ എക്സിറ്റ് അടിക്കാൻ പറ്റുന്നുണ്ടായി കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ കാണിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തായിരിക്കും നമ്മൾ ആ ഒരു കൃത്യമായിട്ട് ഒരു ഉദാഹരണം നോക്കിയാൽ മതി. പഹൽഗാമില് ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. 22 പേരെ അവര് വെടിവെച്ചും കഴുത്തറത്തും കൊന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു എനിമിയാണ്. പാകിസ്ഥാന്റെ ഏതൊക്കെ പോയിന്റിൽ എപ്പോഴൊക്കെ അടിക്കണമെന്ന് ഇന്ത്യക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ട്. ഇത് കാലാകാലങ്ങളായി ഇത് ഉണ്ടാക്കി വെച്ചാൽ. പക്ഷെ അവിടെയൊക്കെ ആ ഗവൺമെന്റ് കാണിച്ച ഒരു വീഴ്ച എന്ന് പറയുന്നത് ഇതിനെ ഒരു രാഷ്ട്രത്തിന് മേളിൽ ഒരു രാഷ്ട്രീയം കളിച്ചപ്പോൾ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് ഇവരിത് വെച്ചുകൊണ്ടിരുന്നു. 2-3 ദിവസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ട്, അതായത് കൊല്ലപ്പെട്ടവരുടെ ഈ പറഞ്ഞ ഈ സിന്ദൂരം തൂത്തുകളഞ്ഞിനെ നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് അതൊക്കെ കൃത്യമായിട്ട് ഇവർ ആലോചിച്ച് നല്ലൊരു ടൈറ്റിലൊക്കെ ഇട്ട് PR വർക്കൊക്കെ ചെയ്ത് പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് ചെയ്തു, മിസൈൽ അടിച്ചു. പാകിസ്ഥാൻ ഈ സമയം കൊണ്ട് ലോകം മുഴുവനുള്ള ആയുധങ്ങൾ റഷ്യ കൊടുത്തു, ചൈന കൊടുത്തു, ടർക്കി കൊടുത്തു. എല്ലാവരും കൊടുത്ത ആയുധങ്ങളെല്ലാം കുന്നുകൂട്ടി വെച്ചിട്ട് നോൺ സ്റ്റോപ്പ് തിരിച്ച് അടി തുടങ്ങി. അപ്പൊ നമ്മുടെ വാർത്തകൾ മാത്രം കേട്ടാൽ മതി. ഇപ്പൊ നമ്മളൊരു നാഷണലിസം ഇപ്പൊ രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒക്കെ ആൾക്കാർ ഇതിനെ വിശദീകരിക്കുമെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവര് നോൺ സ്റ്റോപ്പ് അടി, അതായത് ഇന്ത്യ 3 ദിവസം കഴിഞ്ഞിട്ട് യുദ്ധം നിർത്താൻ പോലും നിന്നിട്ട് അത് സമ്മതിച്ചില്ല. അതുപോലെ അവർ തിരിച്ചടി. കാരണം അവർക്ക് അതുപോലെ ആയുധങ്ങൾ കിട്ടി. ആ ഒരു ഗ്യാപ്പ്. അതേസമയം അന്ന് ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇന്ത്യ കയറി അടിച്ചു ഒരു 250 അറ്റാക്ക് നടത്തിയിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ വെച്ച് നമുക്ക് 2 ദിവസം കൊണ്ട് പരിഹരിക്കാമായിരുന്നു. പക്ഷെ അതിനെ വേറെ രീതിയിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യക്ക് ക്ഷീണം ചെയ്തു എന്ന് പറയുന്നത് പോലെ. ജിൻസ്മാനെ, അതിനകത്ത് എന്താ ഇന്ത്യക്ക് ക്ഷീണം ചെയ്തു എന്ന് പറയുന്നത്? ഇന്ത്യ അതിൽ കൂടുതൽ ഇന്ത്യക്ക് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഒരു യുദ്ധം നടക്കും ഇന്ത്യ പാകിസ്ഥാനിനകത്ത്, ഇന്ത്യക്ക് നഷ്ടപ്പെടാനുള്ളൂ. നമ്മളൊരു വലിയൊരു എക്കോണമിയാണ്. മീൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു, പാകിസ്ഥാൻ എന്താ പോകാനുള്ളത്? ഈ ഇറാനുമായിട്ട് അതുപോലെ കേവ് മാൻ ആയിട്ട് ഇരുന്നാൽ പോലും അവന് കുഴപ്പമില്ല. അവന് വേണേ ഈ ഷിയാക്കാരനെ എന്നും അവന്റെ ദേഹത്തിനിട്ട് ആ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യക്ക് നഷ്ടപ്പെടാനുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യ യുദ്ധത്തിന് പോകരുതല്ലോ. നമ്മൾ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. അല്ല, തിരിച്ചടിച്ചേ പറ്റുള്ളൂ. നമുക്കിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ തിരിച്ചടിക്കണം. അതാണ് ഇതിനെ പറഞ്ഞത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ തൊട്ട് നമ്മൾ ഈ പാകിസ്ഥാനിലേക്ക് നോക്കിയിരിക്കുവാണ്. അവിടെ ആ കറക്റ്റ് സമയത്ത് അടിക്കേണ്ടതിന് പകരം ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ ലോകത്തിൽ മുഴുവൻ ഇന്ത്യക്കെതിരായിട്ട് തിരിയേണ്ട ഒരു അവസ്ഥ വരുകയില്ലായിരുന്നു. 2, പാകിസ്ഥാൻ ആർമി എന്ന് പറയുന്നത്, കാരണം നമ്മുടെ വാർത്തകൾ മാത്രം കേട്ടിയാൽ മതി. നമ്മള് പാകിസ്ഥാന്റെ അത് വെടിവെച്ചിട്ടു, ഇത് വെടിവെച്ചിട്ടു, ഇത്ര പേരെ നമ്മള് വെടിവെച്ചു എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അവരിങ്ങോട്ട് കയറി അടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സെയിം വെയിലാണ് ഇറാനിൽ അമേരിക്ക അടിച്ചപ്പോൾ അമേരിക്കയുടെ കാൽക്കുലേഷൻ, അമേരിക്ക ആ പ്ലാൻ ചെയ്തതിന് പകരമായിട്ട് ഇവര്
മിഡിൽ ഈസ്റ്റിൽ കയറി അടിക്കാൻ തുടങ്ങി. അമേരിക്ക ചിലപ്പോഴും ട്രംപിന് ആ ഒരു കൺട്രോള് ഏതോ ഒരു പോയിന്റിൽ വെച്ച് നഷ്ടപ്പെട്ടു. അത് പറ്റീഷിക്ക് അതിന്റെ അകത്ത് ആ ഒരു ഞാനത് ജിൻസ്മോ പറഞ്ഞപ്പോ തന്നെ എനിക്ക് പറയാൻ തോന്നിയതായിരുന്നു. ഇപ്പൊ ഈ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും ഇറാൻ ഇവർക്കൊരു ഇപ്പൊ പറഞ്ഞ പോലെ ഏതൊരു രാജ്യത്തിന് അവരൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും, ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഇന്റലിജൻസിന്റെ ഒരു വീഴ്ച ഈ എവിടുന്നോ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇന്റലിജൻസിന്റെ വീഴ്ചയാണോ അല്ലെങ്കിൽ ഇവര് എന്താ പറയാ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ എന്നുള്ളതാണ്. ഇറാന്റെ ഒരു ശക്തിയെ അല്ലെങ്കിൽ സൈനിക ശക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ ഒരു തോന്നല് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവർ ഇത്ര തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ഇത് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സായുധ ഭീഷണി സമാധാനത്തിന് തടസ്സമാവുന്നുണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ സമാധാന ചർച്ചകൾക്കായിട്ട് പോകുന്ന അതേ അറ്റ് ദ സെയിം ടൈം ഈ ചർച്ചകൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സൈനിക ആക്രമണം നടത്തുമെന്നുള്ള ഒരു ഭീഷണി കൊടുക്കുമ്പോൾ അത് ഈ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഇതിന് ചേരാത്തതാണെന്നുള്ള ഒരു ചർച്ചകൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഇത് കൂടുതലും ഇറാനെ പ്രകോപിതരാക്കാനേ ഉപകരിക്കത്തുള്ളൂ. ഇപ്പൊ ജിൻസ്മോ പറഞ്ഞ പോലെ ഇറാൻ ഈ ഒരു വിഷയത്തില് എന്തുകൊണ്ട് ഇത്രയധികം ഇപ്പൊ നമ്മള് ഇന്ത്യക്കാരെല്ലാരും പറയുന്നുണ്ട്, ഇന്ത്യ തന്നെ പറയുന്നുണ്ട് എന്താ പറയാ ഇത്രാമത്തെ ഞങ്ങള് ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഇത്രാമത്തെ ഞങ്ങൾ ശക്തരായ രാജ്യമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇസ്രായേലിന്റെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ഇറാനോടൊപ്പം അതോടൊപ്പം തന്നെ ഇറാന്റെയും ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ്, എന്തുകൊണ്ട് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഈ ഒരു സമാധാന ഉടമ്പടി നടക്കുന്ന സമയത്ത് സഖ്യകക്ഷി ഇതിനിടയിൽ നിന്നുകൊണ്ട് ആ ഒരു സമാധാന കരാറിന് എന്താ പറയാ ഒരു ഫ്രണ്ട് കൺട്രി എന്നുള്ള നിലയിൽ അവരെന്തുകൊണ്ട് നിന്നില്ല? പാകിസ്ഥാൻ നമ്മൾ പറഞ്ഞില്ലേ ട്രംപ് പ്രസിഡന്റ് ആയപ്പോഴത്തേനും ട്രംപ് കുറെ അധികം ലോയില് മാറ്റങ്ങൾ കൊണ്ടുവന്നു, കുറെ പിന്നെ എന്താ പറയാ ഇമിഗ്രേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് ലോകക്രമത്തിൽ മാറ്റം വരുന്നു. പിന്നെ യൂറോപ്പിൽ കുറെ മാറ്റങ്ങൾ വന്നപ്പോ നമ്മൾ പറഞ്ഞു ലോകക്രമങ്ങളിൽ മാറ്റം വരുന്നു. അങ്ങനെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് വേദിയാകുമ്പോൾ ദക്ഷിണേന്ത്യയിൽ അതായത് സൗത്ത് ഏഷ്യയിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഒരു മാറ്റം വരും എന്നുള്ളത് ഉറപ്പാണ്. അത് നമ്മൾ ഇനി അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പറ്റീഷ്യ പറഞ്ഞ ആ ഒരു പോയിന്റ്, അതായത് നമ്മൾ ഉദ്ദേശിക്കും ഇപ്പൊ എന്തുകൊണ്ട് മീഡിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ക്ഷീണം എന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല ക്ഷീണമുണ്ട്. കാരണം നമ്മൾ ആ ഏരിയയില് പാകിസ്ഥാൻ ഈ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാഷ്ട്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയും ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ അതിന്റെ അകത്ത് ഇന്ത്യ നടത്തുന്ന ഇന്ത്യക്ക് ഇപ്പൊ ബലൂചിസ്ഥാനിലെ ഒരു ഇഷ്യൂ ഉണ്ട്. അവർക്ക് ആയുധം കൊടുക്കുകയോ അല്ലെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അല്ല ഈ പാകിസ്ഥാന്റെ തീവ്രവാദം എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ മതപരമായിട്ട് അവര് ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് വേറെ ഒത്തിരി അജണ്ടകളുണ്ട്. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതിന്റെ അകത്ത് അവന്റെ രാജ്യത്തെ നമ്മൾ രണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്തത്. ബംഗ്ലാദേശിനെ നമ്മൾ രണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് രണ്ടറ്റത്ത് നമ്മളെ ഉണ്ടാകുന്നതിന് പകരം നമ്മുടെ ഒരു സൗഹൃദ രാഷ്ട്രമായിട്ട് നമ്മൾ ബംഗ്ലാദേശിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന്റെ സൗഹൃദം ബേസിക്കലി നമ്മൾ ഈ ഡിപ്ലോമസി ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന നാറ്റോ എന്ന് പറയുന്ന ഇപ്പൊ യൂറോപ്പിനെ പോലും അമേരിക്കയ്ക്ക് ആ ഒരു അപ്പർ ഹാൻഡ് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു രീതിയിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. കൊള്ളത്തില്ലെന്നുള്ളതാണ്. അവനുമായിട്ടൊന്നും സഖ്യമൊന്നും പാടില്ലെന്നാ ഞാൻ അങ്ങനെ പറയാൻ പറ്റും. അത് അങ്ങനെയാണ് ഡിപ്ലോമസി അല്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു രാജ്യത്തിന് സർവേ ചെയ്യാൻ പറ്റുമോ? സുഖമായിട്ട് പറ്റും. ജർമ്മനി ഏറ്റെടുത്തപ്പോ അവൻ കെഞ്ചി വന്ന് നമ്മൾ തന്നെ രക്ഷിക്കേണ്ടി വന്നു. ഈ ബ്രിട്ടന് ഫാൾക്ലൻഡ് ഐലൻഡ്, അതായത് അർജന്റീനയുടെ സൈഡിൽ കിടക്കുന്ന ഒരു ഐലൻഡിനെ എടുക്കേണ്ടപ്പോഴും നമ്മുടെ സഹായം ചോദിച്ചപ്പം അമേരിക്ക കൊടുത്തു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോ നമ്മളിപ്പോ ഈ അപ്പർ ഹാൻഡിനെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേനും ഈ ഇത്രയും കാലം നടന്നു വന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേനും നിതിന്റെ മനസ്സില് ചൈനയും നമ്മള് ഇപ്പൊ സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങൾ എടുക്കുമ്പോഴത്തേനും ഏത് രാജ്യത്തിന്റെ മേൽക്കൈ ഉള്ളത്, ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്? ഇപ്പൊ നമ്മൾ ഇവിടെ പറയുമ്പോൾ നിതിൻ എപ്പോഴും പറയുമല്ലോ US-നാണ് അപ്പർ ഹാൻഡ് ഉള്ളതെന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ഏഷ്യയിൽ ചൈനയ്ക്കാ ഉള്ളത്. അവൻ ഇതിനകത്ത് കിടന്ന് ഇടപെടാനൊന്നും വരുന്നില്ല. അവനാണ് ആക്ച്വലി ഏറ്റവും വലിയ ഇമ്പോർട്ടർ ഓഫ് ഇറാൻ ഓയിൽ. അവിടെ വരുന്ന എല്ലാ ഓയിലും മേടിക്കുന്നത് ചൈനയാണ്. അവൻ മൈൻഡ് ചെയ്യുന്നില്ല. സോ അപ്പർ ഹാൻഡ് നമ്മളൊരു നെഗോഷിയേറ്റർ ആയതുകൊണ്ട് ഈ പാകിസ്ഥാൻ ഇത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ചൈനയ്ക്കാണ് അപ്പർ ഹാൻഡ് ഉള്ളതെന്ന് നിതിൻ സമ്മതിക്കുന്നു. ഇവിടെ ലോകത്തിന് തന്നെ അപ്പർ ഹാൻഡ് ഉള്ളത് US എന്ന് നിതിൻ സമ്മതിക്കുന്നു. ഇവിടെയും അപ്പർ ഹാൻഡ് ഉള്ളത് US എന്ന് നിതിൻ സമ്മതിക്കുന്നു. ഈ അപ്പർ ഹാൻഡ് വരുമ്പോഴാണ് അവന്റെ ശക്തി അവൻ കാണിക്കുന്നത്. ഈ അപ്പർ ഹാൻഡിന് വേണ്ടിയിട്ടാണ് ചൈനയും ഇന്ത്യയും ആയാലും എല്ലാവരും തന്നെയും മത്സരിക്കുന്നത്. അത് എവിടെയായാലും UN-ലായാലും WHO-ലായാലും നാറ്റോയിലായാലും എവിടെയായാലും അതൊക്കെ ഒരു വേറെ വിഷയം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാ സിസ്റ്റവും ഡിസോൾവ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഒരു രാജ്യം നിൽക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയാണ് ഒരു രാജ്യങ്ങളുമായിട്ട് അമേരിക്കക്ക് ട്രേഡിന്റെ ആവശ്യമില്ലല്ലോ. ട്രേഡ് നമുക്ക് നടത്താം. ഈ നേറ്റോ എന്ന് പറയുന്നത് എന്താണ്? ഒരു അലയൻസ് ട്രീറ്റിയാണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അതായത് നമുക്കൊരു തൊണ്ടേ നീയും കൂടണം, നിനക്ക് പ്രശ്നമുണ്ട്, ഞാൻ നിന്റെ കൂടെ കൂടും. എടാ, അവന്റെ രാജ്യങ്ങളിൽ മുഴുവൻ, അതായത് ജർമ്മനി, ഇവിടെ എല്ലാം നമ്മൾ പൈസ മുടക്കുവാണ് അവന്റെ ഡിഫൻസിന്. ആൻഡ് ഹി ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ്. യൂറോപ്പ് എന്ന് പറയുന്ന സെഞ്ചുറീസോളം അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിച്ചുകൊണ്ടിരുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ്. ഫ്രാൻസ് ജർമ്മനി അടിക്കും, ജർമ്മനി ഹംഗറി അടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പ്രശ്നമാണ്. ജർമ്മനിയും ഫ്രാൻസും UK ആയിട്ട് പ്രോബ്ലം ആണ്. ആ സ്ഥലത്ത് നമ്മൾ അവരെ സബ്സിഡൈസ് ചെയ്ത് എന്നിട്ട് അവര് കുറെ സോഷ്യൽ പ്രോഗ്രാംസും ലെഫ്റ്റിസവും ഈ ഇറാൻ പോലത്തുള്ള റെജീംസിന്റെ ആൾക്കാരെ അവിടെ വിളിച്ചു വരുത്തി അവരെ പൊക്കി പിടിച്ചുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മളൊരു സപ്പോർട്ടും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് ആക്ച്വലി ഏറ്റവും കൊണ്ടുള്ള ഗുണം എന്താണ്? എവിടെയെങ്കിലും പോയി യുദ്ധം, ഇവൻ ഇറാഖ് യുദ്ധത്തിൽ പോലും നമ്മളൊരു 1000 പേരെ വിടും, അവനൊരു 50 പേരെ അവിടെ വിടും. അവൻ 50 പേരില്ലെങ്കിലും സെയിം നഷ്ടം. ഇതിനകത്ത് ചോദിച്ച ഒരു വരി പറയാം. കാരണം ഇപ്പം നമ്മള് ബ്രിക്സ് തൊട്ട് ലോകത്ത് ഒത്തിരി ഒരു സഖ്യ രാഷ്ട്രങ്ങളായിട്ട് പല അലൈൻമെന്റും നമ്മൾ തേർഡ് വേൾഡ് കൺട്രി എന്ന് പറയുന്ന പോലെ, അതായത് ഇപ്പൊ പറയും UN-ൽ തന്നെ വീറ്റോ അധികാരമുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അലൈൻമെന്റ് ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഉള്ള പല പല കാരണങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ ലോകക്രമം രൂപപ്പെട്ട് വന്നേക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ അമേരിക്ക എന്ന് പറയുന്നത് ട്രംപ് അമേരിക്കയെ ഒറ്റപ്പെടുത്തിയോ എന്നുള്ള ഒരു ചോദ്യം ഇതിന്റെ അകത്ത് പ്രസക്തമാണ്. പക്ഷെ ഇതിന്റെ അകത്ത് കൂടുന്ന ഭേദം ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് എന്റെ ഇതിന്റെ അഭിപ്രായം. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മൾ പറയും. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെ പോലെ ഒരു തീവ്രവാദ രാഷ്ട്രം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർന്നു കിടക്കുന്ന ഈ പറയുന്ന പോലെ കലിഫേറ്റിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരെ, മറ്റു മതസ്ഥരെ കൊന്നൊടുക്കുന്ന ആ രാജ്യത്തിന് അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് 100% അത് ക്ഷീണമല്ലേ? ചൈനക്ക് എന്ത് ക്ഷീണമാണ്? അങ്ങനെയാണ് ചൈന പോയി നെഗോഷിയേറ്റ് ചെയ്തത്. ചൈനക്ക് എന്തുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്തോടായിരുന്നു? അല്ല, ചൈന എങ്ങനെ അമേരിക്ക എങ്ങനെ ചൈനയായിട്ട് നെഗോഷിയേറ്റ് ഞാൻ പറയാം. അതായത് അല്ല, നിധി പറഞ്ഞതിനെ ഞാൻ പറയാം. ചൈന നെഗോഷിയേറ്റ് ചെയ്യാൻ അമേരിക്ക സമ്മതിക്കില്ലല്ലോ. അത് ഇന്ത്യ സമ്മതിക്കുന്നില്ലായിരിക്കും. ഇന്ത്യ സമ്മതിക്കും. Why should America allow India to negotiate? എന്തുകൊണ്ട്? അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. പിന്നെ എന്താ പറയാ, പ്രാതിനിധ്യം കൊടുക്കുന്നതിന് ഈ ചർച്ചയ്ക്ക് ഇന്റർനാഷണലി പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് ആതിഥ്യം വഹിക്കുന്നത് പാകിസ്ഥാൻ ആകുമ്പോഴത്തേനും അവരുടെ പ്രതിച്ഛായ വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അപ്പൊ അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തിക്ക് ഇപ്പോഴും പാകിസ്ഥാൻ ഒരു പ്രധാന പങ്കാളിയാണെന്നും ഇന്ത്യ അല്ല പാകിസ്ഥാനാണ് പ്രധാന പങ്കാളിയാണെന്നുള്ളതും ഇത് തെളിയിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്, ചൈനയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു പാകിസ്ഥാനിൽ വെച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ ചർച്ച നടക്കുന്നത് എന്നുള്ളത് അത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇത് ദക്ഷിണേഷ്യയില് അമേരിക്കയുടെ സ്വാധീനം വീണ്ടും ഉറപ്പിക്കാനുള്ള നീക്കമായിട്ട് നമുക്ക് കാണണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഈ നമ്മുടെ ആ ഒരു റോഡ് പദ്ധതി ഉണ്ടല്ലോ, ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി പാകിസ്ഥാനിൽ അമേരിക്കൻ പ്രതിനിധികൾ എത്തുന്നത് പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന്. ഞാൻ അതാ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചത്, ഈ അവിടെ ഒരു പുതിയൊരു ലോകക്രമം ഉണ്ടാവും എന്നുള്ളത് അത് ഉറപ്പാണ്. കാരണം അമേരിക്കയ്ക്ക് അതാണ് വേണ്ടിയത്. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക അത് ചെയ്യുന്നത്. അവിടെയൊക്കെ ഇന്ത്യയുടെ തോൽവിയായി, ഡിപ്ലോമാറ്റിക് തോൽവി അവിടെ കാണിക്കുന്നത്. അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മുടെ പണ്ട് തൊട്ടുള്ള പോളിസി, ഇപ്പൊ നെഹ്റു തൊട്ട് പണ്ട് തൊട്ട് ഒരു നോൺ അലൈൻമെന്റ്, 2 വള്ളത്തേലും കാല് വെക്കുന്ന പരിപാടിയാണ്. നമ്മൾ അവനുമായിട്ട് കൂട്ടില്ല, ഇവനുമായിട്ട് കൂട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനൊന്നും
പാകിസ്ഥാൻ പണ്ടേ സ്റ്റാൻസ് എടുത്ത് അവർ അമേരിക്കയുടെ കൊടുക്കുന്നു. അതുകൊണ്ട് കുറച്ച് പൈസ ലോണായിട്ടും കിട്ടും, കുറച്ച് പ്ലെയിനും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ നമ്മളെക്കാട്ടിലും വലിയൊരു രാജ്യമായി. സോ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും പറയേണ്ട കാര്യമൊന്നുമില്ല. പാകിസ്ഥാൻ പോയി ചേട്ടനെ അവർ ഇത്രയും കൊല്ലം അമേരിക്കയെ സപ്പോർട്ട് ചെയ്തിട്ട് പാകിസ്ഥാന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത്രയും വർഷമായിട്ട് ഇപ്പം അമേരിക്കയ്ക്ക് അറ്റാക്ക് ചെയ്യേണ്ടിയപ്പം ബേസ് പാകിസ്ഥാനാ കൊടുത്തത്. അതുകൊണ്ടാണ് എപ്പോഴും അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർക്കൊരു US ഇസ് ദ ബിഗസ്റ്റ് പവർ ടുഡേ. ഈ ബിഗസ്റ്റ് പവറിന് എപ്പോഴും ബേസിസ് വേണം, ബേസിസിന് സ്ഥലം വേണം. അപ്പം ഫ്രീ ആക്സസ് കൊടുക്കേണ്ടി വരും അവരുടെ ആർമിക്ക്. അത് ഇന്ത്യ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പണ്ട് നെഹ്റു ആയിരുന്നപ്പോഴും കൊടുക്കത്തില്ല, ഇന്ന് BJP ആണെങ്കിലും കൊടുക്കത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഓപ്പോസിഷൻ പറയും, അയ്യോ ഈ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിനെ അടിയറ വെച്ച്, അമേരിക്കയ്ക്ക് അടിയറ വെച്ചു എന്ന് പറയും. അപ്പം പാകിസ്ഥാൻ അത് കൊടുക്കുന്നു. ഇത് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കാട്ടിലും വലിയൊരു GDP ഒന്നും ആയില്ല. നമ്മുടെ 1/10 വേറൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ ആയില്ല എന്നുള്ളതല്ല ഇതിന്റെ വിഷയം. അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അതിന്റെ ഒരു ഉണ്ടാക്കുന്ന മനസ്സിലാകുന്നില്ലേ? ആ ഇമ്പാക്ട് ഇതിനെ മനസ്സിലാകാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഞാൻ പറയാം, അത് ഇമ്പാക്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര നാളും ഇന്ത്യയാണ് ആ മേഖലയിലെ സമാധാനം കാംക്ഷിക്കുന്ന ഒരു നമ്മൾ എന്ത് സമാധാനം കാംക്ഷിച്ചെന്ന് പറയാം. നമ്മൾ ശ്രീലങ്കയിൽ പോയി അടിച്ചു, നമ്മൾ ബംഗ്ലാദേശിൽ പോയി അടിച്ചു, നമ്മൾ ആ പൊളിറ്റിക്സിന് ഇതിന് മനസ്സിലാകുന്നില്ല. ശ്രീലങ്കയിൽ പോയി എന്തുകൊണ്ട് അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിൽ ഇന്ത്യ ആയിരുന്നു ടോപ്പ്, ഇന്ത്യക്കായിരുന്നു അപ്പർ ഹാൻഡ്. നമ്മളൊരു പുള്ളിയാണ്, നമ്മൾ അവിടെ എല്ലാം പോയി അടിക്കുവാണ്. അല്ല, ഇന്ത്യക്ക് അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് ന്യായീകരിച്ച് പറയാൻ പറ്റുമല്ലോ. അമേരിക്ക പിന്നെ എന്തിനാണ് ഇപ്പൊ ഇറാനിൽ പോയി അടിച്ചത്? അല്ല, അതുപോലെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാരണമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സമാധാനത്തിന്റെ പ്രാവുമല്ല. അത് മാത്രമല്ല, നമുക്ക് ജിയോഗ്രഫിക്കലി നമുക്ക് ഇറാനുമായിട്ട് പാകിസ്ഥാൻ ആക്സസ് ഉള്ളത്. സോ പാകിസ്ഥാൻ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ചിലപ്പം എന്നാ പറയുന്ന ഒന്നില്ല, നമ്മൾ അടുത്ത് കിടക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇപ്പൊ അവർക്ക് ട്രാവൽ ചെയ്യാനും ഇറാനി എന്നുള്ള ഇതൊരു ചർച്ച നടക്കണമെങ്കിൽ അമാരെല്ലാം ഒളിവിലാണല്ലോ. അമാരെല്ലാം ഈ പ്രസ്താവനകൾ വിടുന്ന ഏതോ ബങ്കറിനകത്തു നിന്ന്, അല്ല പുറത്തു വന്ന് പ്രസ്താവന വിട്ട് അപ്പൊ തന്നെ ഇവരുടെ ഡ്രോൺ അമാരെ അടിച്ചിടും. അപ്പം പാകിസ്ഥാനുമായിട്ട് അവർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് പിടിച്ച് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് അത് കാരണം വലിയൊരു മെച്ചം ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഇപ്പൊ നിതിൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ഒരു പോയിന്റ് കൂടെ പറയാം. അതായത് ഇപ്പൊ നമ്മളുടെ ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാനില് അമേരിക്കയുടെ പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പേരാ പോകുന്നത്. ഈ ഒരു ചർച്ചയ്ക്ക് പോകുമ്പോഴത്തേനും എന്തായാലും ഇന്ത്യ ഇത് സസൂക്ഷ്മം നിരീക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ചർച്ചകൾ പാകിസ്ഥാന് നൽകുന്ന നയതന്ത്ര മുൻതൂക്കം എന്ന് പറയുന്നത് ഇന്ത്യയും പാക് ബന്ധത്തെയും അത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നിർണായകമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഇടപെടരുത്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് ഇത്ര നാളും ഈ ഒരു മേഖലയില് ഇന്ത്യ ആയിരുന്നു എവിടെ എന്ത് പ്രശ്നം വന്നാലും ഈ സമാധാന കരാറിന് മേൽക്കൈ എടുത്തിരുന്നതും ആ മേഖലയില് എപ്പോഴും പോയി ഒരു എന്താ പറയാ ഒരു മീഡിയേറ്റർ ആയിരുന്നതും. പക്ഷെ ആ ഒരു പൊസിഷൻ ഇപ്പോ പാകിസ്ഥാൻ എടുത്തിരിക്കുകയാണ്. മുൻകൈ എടുക്കുന്നു എന്ന തോന്നല് ഇന്ത്യക്ക് മേൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു പൊസിഷൻ ചെലുത്തിയേക്കും. പിന്നെ രണ്ടാമത് ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇറാനും അമേരിക്കയും ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കുന്നത് വഴി പാകിസ്ഥാന്റെ അതിർത്തി പങ്കെടുക്കുന്ന ആ ഒരു മേഖലകളുണ്ടല്ലോ, അതായത് ഏതൊക്കെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ മേഖലകളിൽ സമാധാനം കൊണ്ടുവരാൻ സാധിച്ചാൽ അത് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും അവരുടെ എക്കണോമി വളരുന്നതിനും അത് വളരെ സഹായകമാകും. അത് പാകിസ്ഥാന് എന്താ പറയാ അവർക്കത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവുമാണ്, അത് അഡ്വാൻറ്റേജുമാണ്. ഇനി മധ്യസ്ഥൻ എന്ന നിലയിൽ, ഈ ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാൻ ഇറാൻ സൗദി അറേബ്യയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വെസ്റ്റേൺ കൺട്രീസുമായിട്ടും ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കെല്ലാം ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇനി അവർ പാകിസ്ഥാനെ ഉപയോഗിക്കത്തുള്ളൂ. 3 കാര്യം പറഞ്ഞ ഞാൻ അതൊന്ന് ആദ്യത്തെ പോയിന്റ് പറഞ്ഞാന്ന് വെച്ചാൽ, ഇന്ത്യ സമാധാനം ഇതിനു മുമ്പുള്ള ഈ ടിബറ്റിനെ ചൈന വിഴുങ്ങിയപ്പോൾ നമ്മൾ എന്ത് സമാധാനം ഉണ്ടാക്കി? കുറെ റെഫ്യൂജീസിനെ എടുത്തു, അല്ലാതെ ടിബറ്റിനെ നമ്മൾ തിരിച്ച് ടിബറ്റുകാർക്ക് കൊടുത്തില്ല. ഈ ശ്രീലങ്കയിൽ നമ്മൾ പോയി ഇടപെട്ടപ്പം എന്താ സംഭവിച്ചത്? നമ്മുടെ IPKF തന്നെ അവസാനം നമ്മുടെ LTT നമ്മളെ തന്നെ കൊന്നു. അവസാനം നമ്മൾ ഫ്രണ്ട് ആയിട്ട് പോയിട്ട് അവസാനം എനിമിയായി. അവസാനം സിൻഹലീസും നമ്മുടെ എതിരായി, LTT-കാരനും നമ്മുടെ എതിരായി. ഓക്കെ, നമ്മൾ ഈ ഉണ്ടാക്കി ഈ ചർച്ചയ്ക്ക് പോയിട്ട് നമുക്ക് നഷ്ടമാണ് വരുന്നത്. ഈ ചൈന ഇങ്ങനത്തെ ചർച്ചയ്ക്കകത്തൊന്നും പോകുന്നില്ല, അവനൊരു യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. ഈ ചർച്ചയ്ക്ക് പോയി നമ്മൾ ഇടനിലക്കാരനായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ ഇതൊന്നുമില്ല. ഇപ്പം പാകിസ്ഥാൻ ഈ ഇടനിലക്കാരനായി എന്നിരിക്കട്ടെ,
സൗദി അറേബ്യ പാകിസ്ഥാനായിട്ട് കൂടുതൽ ട്രേഡ് നടത്തുക. അവിടെ അവന്റെ പൈസ ഒന്നും അത് മേടിക്കാനായിട്ട്. അപ്പോഴും സൗദി ഇപ്പോഴും ഈ മുസ്ലിം രാജ്യമായിട്ടും സൗദിയും UAE പാകിസ്ഥാനായിട്ടാണ് ട്രേഡ് നടത്തുന്നത്, ഇന്ത്യയായിട്ടാണ് ട്രേഡ് നടത്തുന്നത്. അതൊരു മുസ്ലിം ആയതുകൊണ്ട് ചിലപ്പം ആ ഞമ്മന്റെ ആളെന്ന് പറഞ്ഞാൽ സ്നേഹവും ഒക്കെ കാണുമായിരിക്കും, പക്ഷെ ട്രേഡ് നടത്തുമ്പോൾ നമ്മളുമായിട്ടാണ് വരുന്നത്. സോ അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിതിനത് തോന്നിയില്ലെങ്കിലും നമ്മളൊരു അരാഷ്ട്രീയവാദം പറയുന്നതല്ല. ഇങ്ങനെയാണ് രാജ്യങ്ങൾ, അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ. ഇപ്പൊ ഞാൻ പറയാം, ശ്രീലങ്കയിലെ നമ്മുടെ ഒരു സബ്ജക്ട് അല്ലെങ്കിലും അന്ന് രാജീവ് ഗാന്ധി ആ ശ്രീലങ്കയിൽ അവിടെ ഈ തമിഴ് ഈഴത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ചെന്ന് ഇറങ്ങി തമിഴ് ഈഴവുമായിട്ട് അവിടെ ആ രാജ്യത്ത് ഏതോ മറ്റൊരു രാജ്യം, നമ്മുടെ അയൽ രാജ്യമാണെന്ന് ആലോചിക്കണം. ഇന്ന് മാലദ്വീപ് വരെ ഇന്ത്യനെ വെല്ലുവിളിക്കുവാണ്. അപ്പൊ നമുക്ക് അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഒരു മേൽക്കൈയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ പറയല്ലേ, നമ്മൾ എങ്ങനെ പറയുന്നു, ഇപ്പൊ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച്, അതായത് ലോകത്തെ 4ാമത്തെ പവറുള്ള മിലിറ്ററി പവറുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു ചില നടപടികൾ, അതിൻ്റെ അകത്ത് ലാഭനഷ്ടം നോക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയാം, ഒരു യുദ്ധത്തിന് ഇപ്പൊ അമേരിക്ക പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈനികർ മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അമേരിക്കക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അമേരിക്ക ലോക പോലീസാണെന്ന് മറ്റുള്ളവരെ അംഗീകരിക്കണമെങ്കിൽ അമേരിക്ക ചില നടപടികൾ എടുക്കണം. ഇപ്പൊ എടുക്കുന്ന പോലെ എടുക്കണം. ഇന്ത്യക്ക് അങ്ങനെ ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. ആ മുൻതൂക്കമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യനെ സൈഡ് ലൈൻ ചെയ്തിട്ട് അമേരിക്കയെ പോലെ ഒരു രാജ്യം ഇന്ത്യനെ സൈഡ് ലൈൻ ചെയ്തിട്ട് പാകിസ്ഥാനുമായിട്ട് നെഗോഷിയേഷൻ ഒക്കെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അത് ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അതിന്റെ രാഷ്ട്രീയം. ഞാനത് എഗ്രി ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഞാൻ പറയുന്നത് ഈ ചൈന ഇതുപോലെ എത്രടത്ത് പോയി മീഡിയേറ്റ് ചെയ്തിട്ടാ ചൈന ഇത്ര വലിയൊരു സൂപ്പർ പവർ ആയത്. ചൈന എൻ്റർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് പോയ സ്ഥലങ്ങളിൽ നമുക്ക് ഫുൾ നഷ്ടമായി സംഭവിച്ചു. ചൈനയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിപ്പോ ഞാൻ പറഞ്ഞു, നമ്മുടെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ നമ്മൾ ഇടപെട്ടത് ടിബറ്റിലോ അല്ലെ ശ്രീലങ്കയിലോ ബംഗ്ലാദേശ് എല്ലാം നമുക്ക് നഷ്ടമാണ് പറ്റിയിരിക്കുന്നത്. പിന്നെ ബംഗ്ലാദേശിനെ അവിടെ രണ്ടാക്കിയത് നമുക്ക് സ്ട്രാറ്റജിക്. അതെന്ത് ന്യായമാണ് ഇതിന്? അത് അമേരിക്ക വിയറ്റ്നാമിൽ പോയിട്ട് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞോണ്ട് ഇന്ത്യക്കൊന്നും പറ്റാൻ പോകുന്നില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഈ ചർച്ച അമേരിക്കക്ക് ഇറാനിൽ പോയി യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പറ്റാൻ പോകുന്നുണ്ടെന്ന് അതിലൊരു കാര്യമുണ്ട്. കാരണം നമുക്ക് ത്രെറ്റ് പറഞ്ഞു, പിന്നെ ഒരു അലായുടെ കൂടെ നിൽക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അമേരിക്കയ്ക്ക് കുഴപ്പമില്ല. ബട്ട് ഇതിനകത്ത് ചിലപ്പം ട്രംപിനെ ആരോ കൺവിൻസ് ചെയ്തു. They convinced him that ഒന്നീ യുദ്ധം പെട്ടെന്ന് തീരും, അല്ലെ ഇത്ര നാളെ 1980 തൊട്ട് ഇമാര് തുടങ്ങിയതാണ് നമ്മളെ കൊല്ലും, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ദ സേറ്റൻ എന്നൊക്കെ പറയുന്നത്. എമാർക്കിട്ട് ഒരു കൊടുക്കാനായിട്ട് ട്രംപ് അങ്ങ് തീരുമാനിച്ചു കാണും. മേ ബി ഹി ഹാസ് നത്തിങ് ടു ലൂസ്. പുള്ളി തീരുമാനിച്ചു കാണും, ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്, ഇമാരെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. ബട്ട് വാർ ഇസ് ബാഡ്. ഐ എം നോട്ട് സെയിങ് ഇതിനകത്ത് വാർ നല്ലതെന്നല്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അടിച്ചേ പറ്റുള്ളൂ. ഇന്ത്യക്കും അടിച്ചേ പറ്റുള്ളായിരിക്കും, ഇന്ത്യ ചിലപ്പം കാരണമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് നോ അത് കാരണം ആ നെഗോഷിയേറ്റർ ഇന്ന് പാകിസ്ഥാൻ ആയത് കാരണം, അത് കാരണം പാകിസ്ഥാൻ ഇനി അത് കാരണം പാകിസ്ഥാന്റെ എക്കോണമി നന്നായിട്ട് വേണേൽ ചെയ്തോട്ടെ. അവിടെയും പട്ടിണി പാവങ്ങളുണ്ട്, അവൻ രക്ഷപ്പെട്ടോട്ടെ, അതിനകത്തൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പാകിസ്ഥാൻ അത് ചെയ്തിട്ട് അവിടെ അത് കാരണം അവൻ ഇന്ത്യയെ വന്ന് ടെററിസം നടത്താനാണ്, ഇന്ത്യ തിരിച്ചടിച്ചോളും. ഐ തിങ്ക് അപ്പൊ പിന്നെ അങ്ങനെ തിരിച്ചടിക്കാൻ പറ്റുന്ന ഇപ്പൊ നിതിൻ പറയുന്ന വെച്ചാണെങ്കിൽ ഇന്ത്യക്ക് അതിനെ റിയാക്ട് ചെയ്യാൻ പോലും പറ്റിയല്ല. അതൊരു പൊളിറ്റിക്സ്, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നതല്ല. ഒരു ആനയും ഒരു പട്ടിയും കൂടെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ദ എലിഫന്റ്, ഓർ വി ആർ ദ ബിഗർ പവർ, ഓർ വി ആർ ദ അതും 10 times ആണ്. നമ്മുടെ 10 times ആണ് അമേരിക്ക. ഓക്കെ, അപ്പം പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ഇക്വേഷനകത്ത് ഒരു ഇക്വേഷനിൽ പോലും പാകിസ്ഥാൻ ഒരു മെച്ചവും കിട്ടുന്നില്ല. അവർക്ക് കുറെ എപ്പോഴും കുറച്ച് നുഴഞ്ഞോണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയാമെന്നേ ഉള്ളൂ. ബിക്കോസ് ദേ ആർ എ സ്മോൾ കൺട്രി. Now നമ്മളെ സംബന്ധിച്ച് we have to hit back, and we better hit back. മൺഡേ ഹിറ്റ് ചെയ്യേണ്ടിയായിരുന്നു. അല്ലാതെ ഡിപ്ലോമസി, ഇന്റർനാഷണൽ റിലേഷൻ, ഈ 2018 മൻമോഹൻ സിംഗ് പറഞ്ഞാൽ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, അവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടെന്നൊന്നും പറയുന്ന ഈ വലിയ വാക്കുകളൊന്നും കാര്യമൊന്നുമില്ല. അല്ല വാക്കുകളിൽ ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്ന വാക്കിൽ ഒരു കാര്യവും ഇല്ലെന്ന് ഇപ്പൊ ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ട്രംപ് നാളെ യുദ്ധത്തിൽ അവിടെ ചെന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിപ്പം ഏതൊക്കെ സഖ്യകക്ഷികളെ അടിച്ചു കഴിഞ്ഞാലും, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകളെല്ലാം തകർത്ത് കളഞ്ഞാലും ഞാൻ വിജയിച്ചു, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ചു എന്ന് പറഞ്ഞ് യുദ്ധം നിർത്താനായിട്ട് ട്രംപിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നാളെ ട്രംപിന്റെ കമ്പനി നാളെ ഇറാനിൽ പോയി ബിസിനസ്സുകൾ തുടങ്ങുന്ന കാലവും ഇതുവരുമല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് അമേരിക്കയുടെ ഒരു മുൻതൂക്കം മാത്രമല്ല, ട്രംപിന്റെ വ്യക്തിപരമായ നേട്ടങ്ങളിലും കൂടെ ഇതിൻ്റെ അകത്തൊരു ഘടകമായിരിക്കും. അതുപോലെ തന്നെ ഈ യുദ്ധത്തില് അമേരിക്കയോ അല്ലെ ഇസ്രായേലോ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു നെഗോഷിയേഷൻ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇതിന്റെ അകത്ത് വഹിക്കുന്ന ആ ഒരു റോള് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം
ഒരു ലോകത്തിന്റെ ഒരു ക്രമത്തില് അത് നമുക്ക് ക്ഷീണമുണ്ടാക്കുന്നുണ്ടോ അത് ഞാൻ ഒരു രീതിയിലേക്ക് ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ പുച്ഛിച്ചു വിടണം. ഞാൻ പറയുന്നത് ഇന്ത്യ ഇത് പുച്ഛിച്ചു വിടണം. ഈ ഇറാനും അമേരിക്കയും കൂടെ അവര് ആ പാകിസ്ഥാൻ അവിടെ കിടന്ന് വലിയ ആളായിക്കോട്ടെ. കാരണം അത് കാരണം ഇന്ത്യയുടെ നമ്മുടെ എക്കോണമിക്ക് പിന്നെ ഈ സ്ട്രേറ്റ് തുടർന്നാൽ നമുക്ക് ഏതായാലും ഓയിൽ കിട്ടും. ചൈനക്ക് ഓയിൽ പോകുന്ന പോലെ നമുക്ക് ഓയിൽ വരും. അപ്പം അവര് തുറന്നോട്ടെ. അത് കാരണം എന്നാ പാകിസ്ഥാൻ എന്നാ ഓരോ ഓയിൽ പോകുന്നതിനകത്ത് ഇറാൻ ഇനി ടോള് പിരിച്ചു വന്നിരിക്കുക. അതിന്റെ ഒരു പങ്ക് പാകിസ്ഥാന് കൊടുക്കും? ഒന്നുമില്ല. പാകിസ്ഥാൻ ഒരു പത്രങ്ങളിൽ വന്ന് കുറെ ഇത് വെക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പത്രത്തിലൊക്കെ ഈ നയപരമായ അല്ലെ വലിയ സ്ട്രാറ്റജിയാന്നൊക്കെ കാണിക്കാമെന്നല്ലാതെ വലിയ കാര്യമൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെ? എനിവേ, ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പട്രീഷ്യ, നിതിൻ, താങ്ക് യു. ഇത്രയുള്ള കാര്യം വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.